Guys, welcome back to our YouTube channel. ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ മാഗിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. നമുക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ അരിഞ്ഞെടുക്കാം. അങ്ങോട്ട് നീങ്ങുന്നത്ര സ്ഥലം ഗൈസ്. അപ്പൊ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നമ്മൾ ചൂടാക്കുക. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് ഫുള്ള് തിളപ്പിക്കുക ഗൈസ്. ദിസ് ഈസ് കല്ല് ഗൈസ്. മുന്നത്തെ പല വീഡിയോകളിൽ ഇവർക്ക് നിങ്ങൾ സുപരിചിതമാണ് ഗൈസ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഇതിലേക്ക് നൂഡിൽസ് ഇടാം. ഇടൂ കൈയുള്ള ചേച്ചി. വെറുതിട്ടോ കോരത്തിനോ. നമ്മൾ നൂഡിൽസ് നന്നായിട്ട് വേവിക്കണം ഗൈസ്. വെന്ത് വരട്ടെ. വാട്ട്? നോ, ദിസ് ഇനഫ്. ആവി നമ്മുടെ മുഖത്ത് കൊള്ളില്ല. കൊള്ളുകയില്ല. അപ്പോൾ ഇത് ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ്. കണ്ടോ, ആവി കൊള്ളുന്ന ഇരിക്കാരി പുക വരുന്നു. അപ്പൊ ഇതിനർത്ഥം നൂഡിൽസ് വെന്തു എന്നാണ്. വെന്തിട്ടാ എങ്ങനെ അറിയാം? അളിഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ ഇത് സ്ട്രെയിൻ ചെയ്യണം. സ്ട്രെയിൻ ചെയ്യാൻ നമുക്ക് ആവശ്യമായ പാത്രങ്ങളാണ് ഇത്. സൂക്ഷിച്ച് ചെയ്യുക. ഒട്ടിപ്പിടിച്ചിരിക്കുന്ന നൂഡിൽസുകളെല്ലാം പുകഞ്ഞുണ്ടോ? നിങ്ങളായിട്ട് എടുക്കുക. മുഖത്തേക്കടിച്ച് പേങ്ങ കണ്ടോ, വീർത്തിരിക്കുന്നു. മതി. ഇത്രയും ചീസില്ലേ? ഓയിൽ കുറക്കുക, ഇല്ലെങ്കിൽ കുരു വരും. തടി വെക്കും. വെറുതെ ഇരുന്ന് തടി വെക്കും. അതെ അല്ല കേട്ടോ ഗൈസ്. അതെ ഗൈസ്, നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ തടിച്ചാണോ അല്ലയോ? അതൊക്കെ എനിക്ക് ആ പാട്ടിന്റെ അറിയില്ല. പക്ഷെ ആ പാട്ടിന്റെ ഇതിന്റെ വായിന്ന് പോണില്ല. ഇതിട്ടെ സവോള ആദ്യം ഇടണം. നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് എന്താ കുഴപ്പം? ക്യാരറ്റും കൂടെ ഒരുമിച്ചിടാം. ബീൻസിന് വേവ് കുറച്ച് മതി. കാരണം നമ്മൾ ബീൻസിനെ ഒഴിവാക്കും. എന്നിട്ട് ക്യാരറ്റ് ആദ്യം ഇട്ടിട്ട് അല്ലെങ്കിൽ ചെന്ന് നിർത്തി. നിങ്ങൾ വീട്ടിലുള്ള എല്ലാ വെജീസ് ഇടുക. എങ്ങനെയാകെ സവോള, ക്യാരറ്റ്, ബീൻസ് ഉണ്ടായുള്ളൂ ഗൈസ്. അപ്പൊ നമ്മൾ അതിട്ടാണ് ശരിയാക്കുന്നത്. ഇതിട്ട് വെക്കാൻ പാടില്ല. നോൺ സ്റ്റിക്ക് പാനിൽ നിങ്ങൾ ഇങ്ങനത്തെ സാധനം എന്നിട്ട് ഇളക്കാൻ പാടുകയില്ല. കാരണം അതിൻ്റെ കോട്ടിങ് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വന്നേക്കണേ. നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ബീൻസ് കുറച്ച് മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കാരണം ആണ് ഞാൻ ബീൻസ് അവസാനത്തേക്ക് വെച്ചത്. അഭിപ്രായ വ്യത്യാസമുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ടോളൂ. റീസൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ.
കുറച്ച് ഉപ്പിടണം. ഉപ്പ് മസാലയൊക്കെ ഇട്ടിട്ട് തപ്പും. പിന്നെ ഉള്ളിടണുള്ളൂ, മസാലക്കൊക്കെ ഉപ്പുണ്ടല്ലോ. ഊബറിനാ പൊട്ടിച്ചുതരാം. ഞങ്ങൾ മാത്രം വണ്ടി എടുക്കാൻ പോകുന്നില്ല. ഞങ്ങളില്ല, നമുക്കല്ലേ. അതെ, ഞങ്ങളാരാധന. എന്നാൽ കുട്ടികളില്ല. എവിടെ കത്തിയെടുത്തിട്ട് ഇവിടെ കത്തി കൊണ്ട് കൈ കൊണ്ട് വെച്ച് കൈ മുറിച്ചത് കൊണ്ടാണ് കത്തിയെടുക്കാൻ കൊടുക്കുന്നതായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ റെസിപ്പി കാണുന്നത്. കണ്ടു, നല്ല ഭംഗിയുണ്ട് ബൈദവേ കാണാനായിട്ട്. ഗുണം എത്രയോ ഞങ്ങൾക്കറിയാം. മതിട്ടത് കുറച്ച് പെപ്പർ ഗൈസ്. മന്തി മസാല വിടും. ഞങ്ങളുടെ ട്രൈ ആണ്. ഇത് ആരും അനുകരിക്കരുത്. ഞങ്ങൾ നല്ലതാണോ അല്ലയോ എന്ന് പറയാതെ ഞങ്ങൾ ഇടുന്നു, നിങ്ങളാരും ഇടരുത്. ഓക്കെ, ഇത് ഞങ്ങളുടെ ഒരു മന്തി മസാല. ഇതൊരു മസാല അല്ലേ അതൊക്കെ ഉണ്ട്. ഇത് ഇച്ചിരി മതിട്ടോ. മതി മതി മതി. സ്വല്പം ഇട്ടിട്ടുള്ളൂ, ഒരു നുള്ളിൽ ഇട്ടിട്ടുള്ളൂ. എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ കാരണം. അങ്ങനത്തെ ഇതില് ഇച്ചിരി ഉപ്പ്, 6 പാക്കറ്റ് മറ്റേ മാഗി മസാല, ഇച്ചിരി കുരുമുളക് പൊടി, പിന്നെ മന്തി മസാല. ഇതൊക്കെയാണ് ഞങ്ങൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ ആഡ് ചെയ്യാം, ആഡ് ചെയ്യാതിരിക്കാം. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ വെജീസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. എനിക്ക് ഇഷ്ടമില്ലാത്തുണ്ടെങ്കിൽ അത് മാറ്റാം. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിക്കാം ഗായ്സ്. കറി പോലെയാണെന്ന് വിചാരിക്കരുത്. നമ്മളിങ്ങനെയാണല്ലോ വീട്ടിൽ വെച്ച് പിടിച്ചേക്കുന്നത്. നമ്മുടെ നൂഡിൽസിന്റെ സ്റ്റെയിൻ തന്നെയാണ്. നല്ല മണമൊക്കെ ഉണ്ട്. ഗുണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മണമുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. കാണിച്ചു തരാം ഗൈസ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. തീ കുത്തി വെച്ചാൽ ഇത് തിളക്കുന്നത് കാണാം. കുറച്ച് വെക്കാം. നമ്മൾ തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ഇനി എന്തിടുന്നു? നമ്മുടെ ഒരു മാഗി ഇടുന്നു ഗൈസ്. മാറ്റോ ഗൈസ്, നമ്മളപ്പോൾ നമ്മുടെ മാറ്റി വെച്ചേക്കുന്ന മാഗിയാണിത്. മാഗി ഇടാൻ പോണെയാണ്. ബിരിയാണിയിലെല്ലാം തട്ടിയിടൂ. കേക്കുകളൊക്കെ ആയിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. അതെ, വെള്ളം ഒഴിക്കണം. ഗ്രീനി വാട്ടർ. ഒഴിച്ചാലും ഒന്നൊഴിക്കാലേ. ഞങ്ങൾക്ക് കുറച്ചുകൂടെ അത് ലൂസായി കിട്ടാൻ വേണ്ടി ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കാണ്. ഒരു പരീക്ഷണമാണ്. അതെയോ? ഇങ്ങോട്ട് ഒഴിച്ചോ. അതെ, നമുക്ക് ഒഴിക്കാം. വെച്ചിട്ടുണ്ട്. വി ആർ നൈസ്. എനിക്ക് തോന്നുന്നു ഇതൊരു വിജയമാണെന്ന്. നമ്മുടെ മാസ്റ്റർ ഷെഫിന്റെ മന്തി മസാല ആയിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ടേസ്റ്റ് ചെയ്താലല്ലേ പറയാൻ പറ്റൂ. ഞങ്ങളുടെ മാഗി പ്ലേറ്റ്. സിസോർ മാഗി ഗൈസ്. പിന്നെ ഫോർക്കറ്റിന് ഫോർക്കറ്റിന് ഇല്ലല്ലോ, വലിയില്ല. നമുക്ക് പരീക്ഷ അതുകൊണ്ടോ ഗൈസ്
ഇതാണ് ഞങ്ങളുടെ നൂഡിൽസ് ഗൈസ്. കളറൊക്കെ ഉണ്ട്, മണമൊക്കെ ഉണ്ട്. ഒക്കെ തിന്ന് നോക്കാം. നല്ല ലൈറ്റ് ടേസ്റ്റ് അല്ലേ? അധികം മസാല കുത്തലില്ല. വെജീസും നമ്മുടെ ഉള്ളിൽ പോകും. അതിന്റെ ഒരു ചൂടില്ല. ഓ കേട്ടെ പറയാം ഗൈസ്. സൂപ്പർ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. അടിപ്പനാണ്. വെജീസും പോവും, ഓണിയന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. സൂപ്പറാണ്. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് നല്ലതാ. കുരുമുളക് ആരോഗ്യത്തിനും നല്ലതാണ് ഗൈസ് ഈ കാലാവസ്ഥയുടെ ഇതിൽ. അപ്പൊ എല്ലാരും ഹെൽത്തി ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.